ദൈവത്തെ പോലെ ആവണം. ദൈവത്തെ പോലെ സ്നേഹം, ദൈവത്തെ പോലെ കരുണ, ദൈവത്തെ പോലെ ക്ഷമ, ദൈവത്തെ പോലെ സഹാനുഭൂതി, ദൈവത്തെ പോലെ വാത്സല്യം, ദൈവത്തെ പോലെ വിശുദ്ധി. അല്ലാതെ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യം നടന്നു പോയാൽ പോരാ. എൻ്റെ മോനെ, എൻ്റെ മോളെ, നമുക്ക് നല്ല വിശുദ്ധരാവണം. അപ്പം അമ്മച്ചി ചിന്തിക്കുകയാണ്, 68 വയസ്സായി, ഇനി എന്നാ വിശുദ്ധി? അമ്മച്ചി 68 വയസ്സായി, അമ്മച്ചി വിശുദ്ധരാവണം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്നും നമ്മളിങ്ങനെ മാറി മാറി വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നീ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് തടസ്സം മാറാനും വസ്തുക്കച്ചവടം നടക്കാനും ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കിട്ടാനും വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വിശുദ്ധരാവാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുകയാണ്. ഞങ്ങൾക്ക് വിശുദ്ധരാവണം. ഞങ്ങളെ വിശുദ്ധരാക്കാൻ